പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് നിരോധനം ഏറ്റുവാങ്ങിയ സർക്കാർ നടപടി നിർഭാഗ്യകരമെന്ന് കേരള കോൺഗ്രസ്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിക്കുന്നതിന് അനുമതി നൽകിയ കേരള ഹൈക്കോടതിയുടെ വിധിയിന്മേൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകി കർഷകർക്കെതിരെ വിധി സമ്പാദിച്ച സംഭവം അത്യന്തം ഗുരുതരവും നിർഭാഗ്യകരവുമാണെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം.ജെ. ജേക്കബ് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അഡ്ജസ്റ്റ്മെന്റ് കാര്യങ്ങളാണ് നടക്കുന്നത്. ഇവിടെ നമ്മളോട് ഒരു കാര്യം പറയും, ഈ ജില്ലയിൽ വന്ന ജനങ്ങളോട് ഒരു കാര്യം പറയും, അതേസമയം ഹൈക്കോടതിയിൽ ചെല്ലുമ്പോൾ മറ്റൊരു രീതിയിലാണ് അവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഇവിടെ തോപ്രാംകുടിയിലും 50ഓളം പശുക്കളുള്ള ഒരു കൃഷിക്കാരന് 17 ഏക്കർ സ്ഥലമുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൈവശം, പിതാവിൻ്റെ കൈവശം ഇരുന്ന സ്ഥലമാണ്. അവർ പരമ്പരാഗതമായിട്ട് അവരുടെ കൈവശം പട്ടയഭൂമി പതിച്ചു നൽകിയ സമയത്ത് അതിലുണ്ടായിരുന്നതും പിന്നീട് വളർന്നതുമായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് അനുകൂലമായി കേരള ഹൈക്കോടതിയിൽ നിന്ന് കൈവശ കർഷകർക്ക് ഉത്തരവ് ലഭിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ 8116/2022 നമ്പറായി സ്പെഷ്യൽ ലീവ് അപ്പീൽ നൽകി. ഈ അപ്പീൽ വാദം കേട്ട സുപ്രീം കോടതി 1993 വനഭൂമി പതിച്ചു നൽകൽ നിയമപ്രകാരം ഉൾപ്പെടെ പട്ടയം ലഭിച്ച ഭൂമിയിൽ വളർന്ന മരങ്ങൾ മുറിക്കാൻ കർഷകർക്ക് അധികാരമില്ല എന്ന് വിധിച്ചിരിക്കുകയാണ്. കേരള ഹൈക്കോടതിയുടെ 2022 മെയ് 13 കർഷകർക്ക് അനുകൂലമായ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഫയൽ അപ്പീലിലാണ് പുതിയ വിധി. പട്ടയഭൂമിയിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ കർഷകർക്ക് അവകാശമുണ്ടെന്നും ഇതിന് സംസ്ഥാന സർക്കാർ അനുകൂലിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് UDF നിരന്തരം സമരം നടത്തിയിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ കർഷക വിരുദ്ധ നയം ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. സർക്കാർ ജനങ്ങളെ ദ്രോഹിക്കുന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇതെന്നും എം.ജെ. ജേക്കബ് പറഞ്ഞു. സുപ്രീം കോടതി വിധിയോടെ പട്ടയഭൂമിയിലെ മരം മുറിക്കൽ എന്നേക്കുമായി അവസാനിക്കും. ഇടുക്കി ജില്ലയിലെ ഭൂമി പതിച്ചു നൽകുന്നതിനെതിരെ കേരള ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാർ ഒളിച്ചുകളി നടത്തുകയാണെന്നും ജേക്കബ് ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ കേരള കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജോയി കുടക്കച്ചിറ, ചെറിയാൻ പി. ജോസഫ് എന്നിവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.